അതുല്യയുടെ കുടുംബക്ഷേത്രത്തിൽ ഇന്ന് ഉത്സവമാണ്. വീട്ടിലെല്ലാവരും അതിരാവിലെ തന്നെ അവിടേക്ക് പോകാനുള്ള തിരക്കിലായിരുന്നു. കുളി കഴിഞ്ഞു സെറ്റ് സാരിയൊക്കെ ഉടുത്ത് മുല്ലപ്പൂവൊക്കെ വെച്ച് അതിസുന്ദരിയായി അതുല്യ റെഡിയായി കഴിഞ്ഞിരുന്നു. അമ്പലത്തിൽ നേർച്ച കൊടുക്കാനായി വാങ്ങിവെച്ച പട്ടും മഞ്ഞളും എല്ലാം കവറിൽ എടുത്തു വെച്ചുകൊണ്ട് അമ്മ അവളെ വിളിച്ചു. മോളെ അതുല്യേ, ഒന്നിങ്ങ് വന്നേ, അമ്മയ്ക്ക് ഈ സാരി ഒന്ന് നേരെ ഇട്ട് പിൻകുത്തി തരാമോ? അമ്മ വിളിച്ചപ്പോൾ അതുല്യ ഒന്നുകൂടെ കണ്ണാടിയിൽ അവളുടെ മുഖം നോക്കിയ ശേഷം ഡൈനിങ് ഹാളിലേക്ക് വന്നു. ശേഷം അമ്മയുടെ സാരി നേരെ പിടിച്ചു പിന്നെല്ലാം കുത്തിക്കൊടുത്തു. അപ്പോഴേക്ക് ഉമ്മറത്ത് നിന്ന് പോകാനായി അച്ഛൻ്റെ വിളി വന്നിരുന്നു. നിങ്ങൾക്ക് ഇതുവരെ മാറ്റി ഇറങ്ങാനായില്ലേ? രാവിലത്തെ ആഘോഷവരവ് അങ്ങ് അമ്പലത്തിലെത്താനായി കാണും. ഇപ്പോൾ പോയാലല്ലേ നേർച്ച കൊടുക്കാനുള്ളതെല്ലാം കൊടുക്കാൻ പറ്റുകയുള്ളൂ. ദാ കഴിഞ്ഞു, ഞങ്ങൾ ഇറങ്ങി, അമ്മ വിളിച്ചു പറഞ്ഞു. അപ്പോഴേക്ക് നല്ല ചുവപ്പ് ഷർട്ടും മുണ്ടും എല്ലാം ഉടുത്ത് അവളുടെ അനിയനും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അവനെ കണ്ടപാടെ അതുല്യ കളിയാക്കി ചോദിച്ചു, അമ്പോ ഇതാരാ, നല്ല സുന്ദരനായിട്ടുണ്ടല്ലോ. ആ പിന്നെ സുന്ദരനാവാതെ, അനിയൻ പറഞ്ഞു. ഉത്സവത്തിനല്ലേ പോകുന്നത്, അവിടെ കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾ വല്ലതുമുണ്ടെങ്കിൽ വളച്ചെടുക്കണമെങ്കിൽ അല്പം സുന്ദരനാവണ്ടേ. ഓ, നിന്നെയൊക്കെ ആര് നോക്കാനാണ് എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് അവൾ റൂമിനകത്തേക്ക് പോയി ഒന്നുകൂടെ കണ്ണാടിയിൽ മുഖം നോക്കി. അപ്പോഴേക്കും അവളുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൾ അത് എടുത്തു നോക്കി. അത് സജിത്തിന്റെ കോളായിരുന്നു. അതുല്യയുടെ കല്യാണം സജിത്തുമായി നേരത്തെ ഉറപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇന്ന് അമ്പലത്തിൽ ഉത്സവത്തിന് സജിത്തും വരുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അവൾ ഇത്ര നേരം എടുത്തൊരുങ്ങാനുള്ള കാരണവും. എല്ലാം കഴിഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങാൻ നേരത്ത് അവൾ പീരീഡ്സ് ആയിട്ടില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഒന്നുകൂടെ ബാത്റൂമിൽ കയറി നോക്കി. വെറുതെ ഒന്ന് കൈവച്ച് നോക്കിയപ്പോൾ ആദ്യം അവിടെ ഒരു നനവ് പോലെ തോന്നി. ശേഷം അവൾ ബാത്റൂമിന്റെ ലൈറ്റിട്ട് അടിവസ്ത്രത്തിൽ നോക്കിയപ്പോൾ അവളുടെ എല്ലാ പ്രതീക്ഷകളെയും തകർത്തുകൊണ്ട് അതിൽ ചോരപ്പാട് കണ്ടു. പെട്ടെന്ന് അത് കണ്ടപ്പോൾ അതുല്യക്ക് പറഞ്ഞറിയിക്കാനാവാത്ത വിഷമം വന്നു. കാരണം പുതിയ സാരിയെല്ലാം വാങ്ങി പാകത്തിന് ബ്ലൗസും അടുപ്പിച്ച് ഇത്ര രാവിലെ ഒരുങ്ങിയത് സജിത്തേട്ടനെ കാണാനുള്ള ആഗ്രഹം കൊണ്ടായിരുന്നു. എല്ലാം പോയല്ലോ ദൈവമേ, ഇനിയിപ്പോൾ അമ്പലത്തിൽ കയറാൻ പറ്റില്ലല്ലോ. എന്തു ചെയ്യുമെന്നോർത്ത് അവൾ അങ്ങനെ നിന്നു. അമ്പലത്തിൽ ഉത്സവം കൂടാൻ വേണ്ടി മാത്രമാണ് ആർത്തവത്തിന്റെ ഡേറ്റ് കഴിഞ്ഞിട്ടും അവൾ അത് നീട്ടിവെക്കാനുള്ള ഗുളിക കുടിച്ചുകൊണ്ടിരുന്നത്. എല്ലാ ദിവസവും രാത്രി അത് കുടിക്കുന്നുണ്ടായിരുന്നു. ഉത്സവം കഴിയുന്നതുവരെ ഗുളിക കുടിച്ചിട്ട് അത് കഴിഞ്ഞ ശേഷം ആയിക്കോട്ടെ എന്ന് കരുതി ഇന്നലെ രാത്രി കൂടെ കുടിച്ചതേ ഉള്ളൂ. പക്ഷെ എന്ത് ചെയ്യാൻ, എല്ലാം താളം തെറ്റിച്ചുകൊണ്ട് ആർത്തവമെത്തി. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വീണു. അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്, എന്തെങ്കിലും നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് വരും, അല്ലാത്തപ്പോൾ ആണെങ്കിൽ ആവുകയുമില്ല. ഇനി എന്തായാലും പോകാൻ കഴിയില്ലല്ലോ എന്നോർത്ത് അവൾ അങ്ങനെ തന്നെ നിന്നു. അപ്പോൾ ഡൈനിങ് ഹാളിൽ നിന്നും അമ്മയുടെ വിളിയെത്തി. അതുല്യേ, നീ ഇതുവരെ ഇറങ്ങിയില്ലേ? ദാ അച്ഛൻ വഴക്ക് പറയുന്നത് കേട്ടില്ലേ, നീ ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കേ. അവൾ അപ്പോൾ ബാത്റൂമിൽ നിന്നുകൊണ്ട് തന്നെ അമ്മയെ വിളിച്ചു. അമ്മേ, അമ്മ ഒന്ന് ഇങ്ങോട്ട് വന്നേ. ഈ പെണ്ണിന്റെ ഒരുക്കം ഇതുവരെ കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ മുറിയിലേക്ക് വന്നു. നീ വരുന്നില്ലേ? അമ്മ ചോദിച്ചു. അപ്പോൾ അവൾ ബാത്റൂമിൽ അങ്ങനെ നിൽക്കുകയായിരുന്നു. എന്തു പറ്റി? അത് അമ്മേ, ഞാനായി, അതുല്യ പറഞ്ഞു. ആയോ? എപ്പോൾ? അമ്മ ചോദിച്ചു. ഇപ്പോൾ ആയേ ഉള്ളൂ. ഞാൻ മാറ്റിക്കഴിഞ്ഞു വെറുതെ ഒന്ന് ഇറങ്ങാൻ നേരം വന്ന് നോക്കിയതായിരുന്നു. അതെന്തായാലും നന്നായി, അല്ലെങ്കിൽ ഇതും വെച്ചുകൊണ്ട് അമ്പലത്തിൽ കയറിയേനെ, അവൾ പറഞ്ഞു. ഷടാ, ഇനിയിപ്പോൾ എന്തു ചെയ്യും? നീ ഒരു കാര്യം ചെയ്യ്, അടുക്കളയിൽ ഒരു സൈഡിലിരുന്നോ. ഞങ്ങൾ എന്തായാലും നേർച്ച കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തിട്ട് വരാം. രാത്രി താലപ്പൊലിക്കൊക്കെ പോകാനുള്ളതാണ്. അതുകൊണ്ട് നീ ഇനി അവിടെയും ഇവിടെയും പോയി തൊടുക ഒന്നും വേണ്ട, ഒരു സൈഡിൽ ഇരുന്നാൽ മതി. അത് പറഞ്ഞുകൊണ്ട് അമ്മ പുറത്തേക്ക് പോയി. അതുല്യ അപ്പോൾ റൂമിലെ അലമാരയിൽ നിന്ന് പാഡ് എടുത്ത് ബാത്റൂമിൽ പോയി പാൻറ്റീസിൽ ഒട്ടിച്ചു വെച്ച ശേഷം അമ്മയുടെ പിറകെ അടുക്കളയിലേക്ക് പോയി. അവൾ നോക്കിയപ്പോൾ താഴെ തറയിൽ പ്ലേറ്റും ഗ്ലാസും എല്ലാം കാണുന്നുണ്ടായിരുന്നു. അതിന്റെ തൊട്ടടുത്ത് ഒരു പായ വിരിച്ചിരുന്നു. ദാ, നീ ഇവിടെ കിടന്നോട്ടോ, ഭക്ഷണം ഇതാ പ്ലേറ്റിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അവിടെ നിന്നും കഴിച്ച ശേഷം പുറത്ത് പൈപ്പിൽ പോയി കഴുകിക്കൊണ്ടുവന്ന് പ്ലേറ്റും ഗ്ലാസും ഒക്കെ അവിടെ തന്നെ കമഴ്ത്തി വെച്ചാൽ മതി. മറ്റൊന്നിലും നീ തൊടണ്ട, അമ്മ പറഞ്ഞു. ഞങ്ങൾ എന്തായാലും പോയി വരാം. ഉമ്മറത്തെ വാതിൽ ഞാൻ പൂട്ടിക്കോളാം. അടുക്കള വാതിൽ നന്നായി ലോക്ക് ചെയ്തോ. മുറ്റത്ത് ആരെങ്കിലും വന്ന് വിളിച്ചാൽ തുറക്കണ്ട. ഞങ്ങൾ അമ്പലത്തിൽ പോയി വന്നു കഴിഞ്ഞാൽ ഞാൻ നിന്നെ പുറകിലത്തെ വാതിൽ വഴി വിളിച്ചോളാം. മുന്നിൽ നിന്ന് വിളിച്ചാൽ നീ ഇനി പൂജാമുറിയിൽ ഫോട്ടോയ്ക്ക് വിളക്ക് വെച്ചതിൻ്റെ ഒക്കെ മുന്നിലൂടെ അവിടെ വരെ വാതിൽ തുറക്കാനായി വരേണ്ടി വരും. വെറുതെ അശുദ്ധിയാകും. അതുകൊണ്ട് പുറകിൽ നിന്ന് ഞാൻ വിളിച്ചാൽ മാത്രം തുറന്നാൽ മതി. പോയി വരാമെന്ന് പറഞ്ഞ് അമ്മ മുൻവശത്തേക്ക് ഇറങ്ങി. അച്ഛനും അനിയനും അപ്പോൾ പോകാൻ റെഡിയായി മുറ്റത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇതുവരെ ഇറങ്ങാനായില്ലേ? അച്ഛൻ വീണ്ടും ചോദിച്ചു. ഇറങ്ങി, വാതിലൊന്ന് കുറ്റിയിട്ടോട്ടെ, അമ്മ പറഞ്ഞു. അവൾ എവിടെ? അച്ഛൻ ചോദിച്ചു. അവൾക്ക് വരാൻ പറ്റില്ല, അവൾ പുറമേ ആയി, അമ്മ പറഞ്ഞു. നമുക്ക് പോയി വരാം. അത് കേട്ട് അനിയൻ അമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കി.
അവനിപ്പോൾ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ 9ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ആർത്തവത്തിന്റെ പാഠമുള്ളതുകൊണ്ട് ഏകദേശം കാര്യങ്ങളൊക്കെ അവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് ചേച്ചിക്ക് മാസത്തിൽ വരുന്ന ബ്ലീഡിംഗ് ആണ് ഇപ്പോൾ സംഭവിച്ചതെന്ന് മനസ്സിലാക്കിയ അവൻ പിന്നെ അമ്മയോടൊന്നും ചോദിക്കാൻ നിൽക്കാതെ മുന്നിൽ നടന്നു. അങ്ങനെ അമ്മയും അച്ഛനും അനിയനും കൂടെ ക്ഷേത്രത്തിലേക്ക് പോയി. അവർ പോയി കഴിഞ്ഞ ശേഷം അതുല്യ അടുക്കളയിൽ വിരിച്ചിട്ട പായിൽ കിടന്നു. എന്നിട്ട് ഫോൺ എടുത്ത് സജിത്തിനെ വിളിച്ചു. മറുവശത്ത് സജിത്ത് കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, ഇറങ്ങിയോ? ഞാനിതാ ക്ഷേത്രത്തിലെത്തി, അവൻ പറഞ്ഞു. ഇറങ്ങി, പക്ഷേ ഞാനില്ല, അവര് മാത്രമേ ഉള്ളൂ, അതുല്യ അവനോട് പറഞ്ഞപ്പോൾ അവൻ ചോദിച്ചു, എന്തു പറ്റി? അത് എനിക്ക് വരാൻ പറ്റില്ല, പീരീഡ്സ് ആയി, അതുല്യ വിഷമത്തോടെ പറഞ്ഞു. ആണോ, അതെപ്പോൾ? എന്നിട്ട് ഞാൻ രാവിലെ വിളിച്ചപ്പോൾ നീ വരാമെന്ന് പറഞ്ഞിരുന്നില്ലേ? സജിത്ത് അത് കേട്ടപ്പോൾ ചോദിച്ചു. പറഞ്ഞിരുന്നു, ഞങ്ങളെല്ലാവരും മാറ്റി ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ആയത്. അവൾ അത് പറഞ്ഞപ്പോൾ സജിത്ത് പറഞ്ഞു, എന്താ ചെയ്യാ, ഞാൻ നല്ലൊരു മൂഡിൽ വന്നതായിരുന്നു. നിന്നെ കാണാനല്ലേ പെണ്ണെ ഞാനിവിടെ വന്നു നിൽക്കുന്നത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഞാൻ അങ്ങോട്ട് വന്നോട്ടെ? സജിത്ത് ചോദിച്ചു. അയ്യോ വേണ്ട ഏട്ടാ, വെറുതെ എന്നെ വന്നു തൊടണ്ട. ഏട്ടന് വൈകുന്നേരം അമ്പലത്തിൽ വിളക്ക് കൊടുക്കാനൊക്കെ ഉള്ളതല്ലേ, എനിക്ക് പാടില്ലാത്തതല്ലേ, വെറുതെ വന്ന് ശുദ്ധികേടാവണ്ട. എന്നാൽ ഒരു കാര്യം ചെയ്യാം, നാളെ രാവിലെ നീ ജോലിക്ക് പോകില്ലേ? അപ്പോൾ ഞാൻ റോഡിലുണ്ടാകും, അവിടെ നിന്ന് കാണാം, സജിത്ത് പറഞ്ഞു. ആയിക്കോട്ടെ, അങ്ങനെ ചെയ്യാം, വിഷമത്തോടെ ആണെങ്കിലും അതുല്യ സമ്മതിച്ചു. നീ എന്നിട്ട് എന്തു ചെയ്യുകയാ? സജിത്ത് വീണ്ടും ചോദിച്ചു. ഞാനിവിടെ കിടക്കുകയാണ്, അമ്മ ഒരു പാ വിരിച്ചു തന്നിരുന്നു. ഇനിയിപ്പോൾ ഒന്നും തൊടാനൊന്നും പറ്റില്ലല്ലോ, ഇവിടെ സൈഡായി. വയറുവേദനയുണ്ടോ? ഉണ്ട്, ചെറുതായിട്ടുണ്ട്, ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും കൂടും, അവൾ പറഞ്ഞു. സാരമില്ല, നീ റെസ്റ്റ് എടുക്ക്, നല്ലപോലെ ചൂടുവെള്ളമൊക്കെ കുടിക്ക്, സജിത്ത് പറഞ്ഞു. അങ്ങനെ സമയം പോകാനായി കുറച്ചുനേരം സജിത്തും അതുല്യയും ഫോണിൽ സംസാരിച്ചു. കല്യാണം ഉറപ്പിച്ചവരല്ലേ, അതുകൊണ്ട് അവർ അവരുടേതായ രീതിയിലുള്ള ചില റൊമാൻറ്റിക് വർത്തമാനങ്ങളിലേക്കൊക്കെ കടന്നു. കുറച്ചു കഴിഞ്ഞ് ആഘോഷവരവ് ക്ഷേത്രത്തിലെത്തിയപ്പോൾ ചെണ്ടയുടെ ശബ്ദം കൊണ്ട് സംസാരിക്കുന്നത് കേൾക്കാതെ വന്നപ്പോൾ സജിത്ത് ഞാൻ പിന്നെ വിളിക്കാം, കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. അതുല്യ ഫോൺ കട്ടായപ്പോൾ അവിടെ കിടക്കുകയും ചെയ്തു. അവൾ അങ്ങനെ മുന്നോട്ടുള്ള ജീവിതവും സജിത്തിന്റെ കൂടെയുള്ള വരാനിരിക്കുന്ന നല്ല നിമിഷങ്ങളുമൊക്കെ ഓർത്തുകൊണ്ട് അങ്ങനെ കിടന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് അമ്പലത്തിൽ പോകാതിരുന്നതിൽ വിഷമമോ ഒറ്റക്കായ അസ്വസ്ഥതയോ ഒന്നും തോന്നിയില്ല. അവൾ സജിത്തിനെ ഓർത്തുകൊണ്ട് അങ്ങനെ കിടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ പുറത്തുനിന്ന് പെട്ടെന്നൊരു കാറ്റ് വീശുന്ന ശബ്ദം കേട്ടു. റൂമിലാകെ പെട്ടെന്ന് ഇരുട്ട് വന്ന് നിറയാനും തുടങ്ങി. നല്ല മയക്കുള്ള കോളുണ്ടെന്ന് തോന്നുന്നു, അതുല്യ മനസ്സിലോർത്തു. അല്ലെങ്കിലും ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ അന്ന് രാവിലെ ഒരു മഴ പതിവുള്ളതാണല്ലോ. ഇന്ന് പുലർച്ചെ പെയ്തില്ല എന്നേ ഉള്ളൂ. ചിലപ്പോൾ നേരം വൈകി പെയ്യുന്നതാവും. പെട്ടെന്ന് വീട് മുഴുവൻ ആകെ ഒരു ഇരുട്ട് മൂടി. വല്ലാത്തൊരു പേമാരിയും ഇടിവെട്ടും ഒക്കെയായി മഴ തിമിർത്തു പെയ്യാൻ തുടങ്ങി. ശക്തമായി മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ അവൾ പായിൽ നിന്ന് അവിടെ എഴുന്നേറ്റിരുന്നു. ക്ഷേത്രത്തിൽ നേർച്ച കൊടുത്തു കഴിഞ്ഞ ശേഷം അവർ പെട്ടെന്ന് വരാൻ മതി. എന്തായാലും ഉത്സവം കൂടാൻ ഉച്ചയ്ക്ക് വിരുന്നുകാരൊക്കെ വരാനുള്ളതല്ലേ, അതുകൊണ്ട് അമ്മയ്ക്ക് വന്നിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെ അതും ഓർത്ത് അവൾ അവിടെ ഇരിക്കുമ്പോഴാണ് പുറകിലെ വാതിലിൽ നിന്ന് തട്ടുകേട്ടത്. അവര് വന്നു, അവൾ മനസ്സിലോർത്തു. അമ്മയും അച്ഛനും വന്നതാകുമെന്ന് കരുതി അവൾ വാതിൽ തുറക്കാനായി പോയി. അമ്മ പറയുകയും ചെയ്തിരുന്നല്ലോ, പിറകിലെ വാതിലിൽ മുട്ടിയാൽ മാത്രം തുറന്നാൽ മതിയെന്ന്. അവൾ വാതിൽ തുറന്നു. പുറത്ത് തിമിർത്തു പെയ്യുന്ന മഴയായിരുന്നു. വാതിൽ തുറന്നപ്പോൾ അവരുടെ തന്നെ അപ്പുറത്തെ പറമ്പിൽ പണിയെടുക്കുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു അവിടെ നിൽക്കുന്നത്. അതുല്യയുടെ വീടിന് പിറകിലായി അവളുടെ അച്ഛന് 4 സെന്റ് സ്ഥലമുണ്ട്. അവിടെ ഒരു ചെറിയ വീട് പണിയാനുള്ള പരിപാടിയിലായിരുന്നു അവർ. വാടകയ്ക്ക് കൊടുക്കാമല്ലോ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ 4 ദിവസമായി അവിടെ പണിക്കാരുമുണ്ട്. അവിടെ പടവിന്റെ പണിയെടുക്കുന്ന പയ്യനായിരുന്നു അത്. വാതിൽ തുറന്ന് അവനെ കണ്ടപ്പോൾ അതുല്യ ചോദിച്ചു, എന്താ? അച്ഛനില്ലേ ഇവിടെ? അവൻ ചോദിച്ചു. ഇല്ല, എന്താ കാര്യം? അതുല്യ തിരിച്ചു ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അല്ല, ഇന്ന് അമ്പലത്തിൽ ഉത്സവമായതുകൊണ്ട് ഞങ്ങൾക്ക് രാവിലത്തെ ചായ ഇവിടെ നിന്ന് തരില്ല എന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. പകരം പുറത്തുപോയി കുടിച്ചോളാനാണ് പറഞ്ഞത്. പോകുമ്പോൾ വന്നാൽ പൈസ തരാമെന്ന് പറഞ്ഞിരുന്നു, അത് വാങ്ങിക്കാൻ വേണ്ടി വന്നതാ. ആണോ? അച്ഛൻ ഇവിടെ ഇല്ല, അവരൊക്കെ അമ്പലത്തിൽ പോയതാ. കുറച്ച് സമയം കൊണ്ട് വരും. എൻ്റെ കയ്യിൽ ഒന്നും തന്നെ ഏൽപ്പിച്ചിട്ടില്ല, അതുല്യ പറഞ്ഞു. ആ ശരി എന്നാൽ, അവൻ അത് പറഞ്ഞപ്പോൾ അതുല്യ വാതിലടച്ചു. നനഞ്ഞു നിൽക്കുന്ന അവൻ അത് കേട്ടപ്പോൾ മുന്നോട്ട് നടന്നു. അതുല്യ അമ്പലത്തിൽ പോകാൻ ഇറങ്ങുമ്പോഴാണല്ലോ മെൻസസ് ആയത്. അതുകൊണ്ട് തന്നെ അവൾ ഉടുത്ത സാരിയോടെ തന്നെ ആയിരുന്നു അടുക്കളയിൽ നിന്നത്. അതൊന്നും മാറ്റിയിട്ടില്ലായിരുന്നു. സാരിയൊക്കെ ഉടുത്ത് അവളെ കണ്ടപ്പോൾ പയ്യന് പെട്ടെന്ന് എന്തൊക്കെയോ തോന്നി. അവൻ നോക്കിയപ്പോൾ ആ ഭാഗത്തൊന്നും ആരുമില്ല. അവൻ മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടിക്കൊണ്ട് പിറകിലെ പറമ്പിലേക്ക് പോയി. ശേഷം അവന്റെ കൂടെ ഉണ്ടായിരുന്ന 4 പണിക്കാരോട് പറഞ്ഞു, അയാൾ അവിടെ ഇല്ല, അമ്പലത്തിൽ പോയതാണ്. നമ്മളോട് പോയി ചായ കുടിച്ചോളാൻ പറഞ്ഞു. പൈസ തൽക്കാലം നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കാം, എന്നിട്ട് വന്നിട്ട് അയാളോട് വാങ്ങിച്ചാൽ മതിയല്ലോ. ആ, എന്നാൽ അങ്ങനെ ചെയ്യാം. തണുത്തിട്ടാണെങ്കിൽ നിൽക്കാൻ കഴിയുന്നില്ല.
എന്തായാലും പോയി ചായ കുടിച്ചു വരാം, ഇവിടെ അടുത്തല്ലേ ഹോട്ടൽ എന്ന് പറഞ്ഞ് അവരെല്ലാവരും ചായ കുടിക്കാനായി ഇറങ്ങിയപ്പോൾ ആ പയ്യൻ പെട്ടെന്ന് ഫോൺ എടുത്തുകൊണ്ട് അവരോട് പറഞ്ഞു, എടാ ഒരു മിനിറ്റ്, എൻ്റെ അമ്മ ഫോൺ വിളിക്കുന്നുണ്ട്. അമ്മയ്ക്ക് രാവിലെ തൊട്ട് വയ്യായിരുന്നു. ഞാൻ എന്തായി എന്നൊന്ന് ചോദിക്കട്ടെ. നിങ്ങൾ നടന്നോ, ഞാൻ പിറകെ വന്നേക്കാം. അത് പറഞ്ഞ് അവൻ അവിടെ അടുത്തുള്ള ഒരു മരച്ചുവട്ടിൽ കയറി നിന്നു. കൂടെയുള്ള പണിക്കാർ ചായ കുടിക്കാൻ പോവുകയും ചെയ്തു. അവർ നേരെയുള്ള റോഡിൽ നടന്നു പോകുന്നത് കണ്ടപ്പോൾ അവൻ ചുറ്റുമൊന്ന് നോക്കി. ആ ഭാഗത്തൊന്നും ഇനി ആരുമില്ല എന്ന് മനസ്സിലാക്കി അവൻ തിരികെ അതുല്യയുടെ വീടിനടുത്തേക്ക് വന്നു. വീണ്ടും വാതിലിൽ തട്ടി. കുറച്ചു സമയത്തിനു ശേഷം വീണ്ടും തട്ടു കേട്ടപ്പോൾ അച്ഛനും അമ്മയും തിരികെ വന്നതാണെന്ന് കരുതി അതുല്യ വാതിൽ തുറന്നു. അപ്പോൾ ആകെ നനഞ്ഞു കുളിച്ചു നിൽക്കുന്ന നേരത്തെ വന്ന അതേ പണിക്കാരനെയാണ് അവൾ അവിടെ കണ്ടത്. അവർ വന്നില്ല. അതുല്യ അവനോട് പറഞ്ഞു തീരും മുമ്പേ അവൻ അകത്തേക്ക് കയറി അവളുടെ വായ പൊത്തിപ്പിടിച്ചു. ശേഷം വാതിൽ അടച്ചു കുറ്റിയിട്ടു. പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ അവൻ കയറി പിടിച്ചപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ അതുല്യ കിടന്നു വെപ്രാളപ്പെട്ടു. എന്നാൽ അവൻ മുഖം പൊത്തിയത് കാരണം അവൾക്ക് നിലവിളിക്കാൻ കഴിഞ്ഞില്ല. നിലവിളിച്ചിട്ടും കാര്യമില്ല. പേമാരി പോലെ കോരിച്ചൊരിയുന്ന ആ മഴയത്ത് ആരും കേൾക്കാനും പോണില്ല. അവളുടെ കണ്ണുകൾ മെല്ലെ ഉരുണ്ടു. അവൻ അവളെയും കൊണ്ട് നിലത്ത് വിരിച്ചിരിക്കുന്ന പായിലേക്ക് വീണു. ശേഷം അതുല്യ ഉടുത്തിരുന്ന അവളുടെ കേരള സാരിയുടെ തല പിടിച്ചു മാറ്റി. അപ്പോൾ അതിനടിയിൽ അവളുടെ കരിഞ്ഞ നീല ബ്ലൗസും വെളുത്ത ശരീരവും കണ്ടപ്പോൾ പിന്നെ അവൻ ഒട്ടും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവൻ അവളുടെ ബ്ലൗസും റായുമൊക്കെ അവൻ്റെ കൈകൊണ്ട് പിടിച്ചു വലിച്ചു കീറി. കുറച്ചു നേരം കൊണ്ട് അവൻ്റെ കൈകൾ അവളുടെ ശരീരമാകെ ഓടി നടന്നു. അതു കഴിഞ്ഞ് അവൻ അവളുടെ അടിപ്പാവാട ഉരിയുന്നത് വരെ അവൾക്ക് ബോധമുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം അവളുടെ ബോധം പതിയെ നശിച്ചു. അവൻ്റെ ആവശ്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ ശേഷം മുണ്ടും ഷർട്ടും എടുത്തിട്ട് അവൻ യാതൊന്നും അറിയാത്ത പോലെ വാതിൽ ചാരി വെച്ച് പുറത്തേക്ക് പോയി. ശേഷം പണിക്കാരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, അമ്മയ്ക്ക് തീരെ സുഖമില്ല, ഞാനൊന്ന് വീട്ടിൽ പോകുകയാണ്. ഞാൻ പോയിട്ട് അമ്മയെ ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞവൻ പണി മതിയാക്കി പോവുകയും ചെയ്തു. അമ്മയ്ക്ക് എന്തൊക്കെയോ അസുഖമാണ് എന്ന് ഇടയ്ക്ക് അവൻ പറയുന്നത് കൊണ്ട് തന്നെ അവർക്ക് വേറെ സംശയവും തോന്നിയില്ല. കുറച്ചു സമയം കഴിഞ്ഞ് അവളുടെ അച്ഛനും അമ്മയും കൂടെയാണ് തിരികെ വന്നത്. അനിയൻ ഉത്സവപ്പറമ്പിൽ അവൻ്റെ കൂട്ടുകാരുടെ കൂടെ തങ്ങി. അവർ അടുക്കളപ്പുറത്തു കൂടെ കയറാനായി വന്നപ്പോൾ വാതിൽ ചാരിയിരിക്കുന്നത് കണ്ടു. വാതിൽ തുറന്നകത്ത് കയറിയ അവളുടെ അമ്മ ഞെട്ടിത്തരിച്ചുപോയി. അമ്മ പോകുമ്പോൾ വിരിച്ചു കൊടുത്ത പായിൽ വസ്ത്രമില്ലാതെ ചോരയിൽ കുളിച്ച് മോൾ പൂർണ്ണ നഗ്നയായി കിടക്കുന്നു. പീരീഡ്സ് ആയതുകൊണ്ട് തന്നെ നിറയെ ചോര അവളുടെ കേരള സാരിയിൽ ആകെ പടർന്നു കിടക്കുന്നുണ്ടായിരുന്നു. അമ്മയുടെ കരച്ചിൽ കേട്ട് പുറകിൽ വന്ന അച്ഛനും അകത്തേക്ക് ഓടിക്കയറിയപ്പോൾ ബോധമില്ലാതെ കിടക്കുന്ന മോളെ കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ വിറച്ചു നിന്നുപോയി. ശേഷം അമ്മ കരഞ്ഞുകൊണ്ട് എങ്ങനെയൊക്കെയോ അവൾക്ക് മറ്റൊരു വസ്ത്രം എടുത്ത് ധരിപ്പിച്ചു. അച്ഛൻ ഓട്ടോ ഡ്രൈവറാണ്. അതുകൊണ്ട് തന്നെ മുറ്റത്ത് നിർത്തിയിട്ടിരിക്കുന്ന അയാളുടെ ഓട്ടോ ഉണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ അവർ അതിൽ അവളെ എടുത്തു കിടത്തി ഹോസ്പിറ്റലിലേക്ക് പോയി. ആശുപത്രിയിലെത്തി കുറച്ചു സമയത്തിനകം ഡോക്ടർ പരിശോധിച്ചപ്പോൾ റേപ്പാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. പോലീസിൽ പരാതിപ്പെടാൻ ഹോസ്പിറ്റലിലുള്ളവർ തുനിഞ്ഞപ്പോൾ അച്ഛൻ അമ്മയെ ആശുപത്രിയുടെ ഒരു സൈഡിലേക്ക് വിളിച്ചു കൊണ്ടുപോയി പറഞ്ഞു, കല്യാണം ഉറപ്പിച്ച കുട്ടിയാണ്. ഇത് പുറത്തറിഞ്ഞാൽ അവൾക്ക് പിന്നെ ഒരു ജീവിതമുണ്ടാവില്ല. നമ്മൾ കേസിന്റെ പുറകെ പോയാലും ഇവനെയൊക്കെ കണ്ടുകിട്ടി വന്നൊന്ന് ശിക്ഷ കിട്ടുമ്പോഴേക്കും നാട്ടുകാർ നമ്മുടെ മോളെ ഇര എന്ന് പറഞ്ഞ് മുദ്ര കുത്തും. നമ്മുടെ ഇപ്പോഴത്തെ നീതിനിയമ വ്യവസ്ഥ വെച്ച് അവൻ അർഹിക്കുന്ന ശിക്ഷ കിട്ടുകയുമില്ല. നാണം കെടാൻ വയ്യ. അതുകൊണ്ട് ഇത് ആരെയും അറിയിക്കാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ അവർ കയ്യും കാലും പിടിച്ച് കരഞ്ഞു പറഞ്ഞത് പ്രകാരം കേസില്ലാതെ കാര്യങ്ങൾ ഒതുങ്ങി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വന്ന അതുല്യക്ക് അവളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റിയിരുന്നില്ല. സംഭവിച്ചതോർക്കുമ്പോൾ അവൾ ഒരു ഭ്രാന്തിയെപ്പോലെ കിടന്നു കരയാൻ തുടങ്ങി. എന്നാൽ വിവാഹം കഴിക്കാൻ പോകുന്ന സജിത്ത് ഇതൊട്ടും അറിഞ്ഞതുമില്ല. അവൻ ഫോൺ വിളിച്ചപ്പോൾ പനിയാണ്, സുഖമില്ല എന്നൊക്കെയാണ് അവളുടെ അച്ഛൻ ആദ്യ ദിവസങ്ങളിൽ പറഞ്ഞത്. കുറച്ചു ദിവസം കൂടെ മുൻപോട്ട് പോയപ്പോൾ അവൾക്ക് അവളുടെ മനസ്സിനെ ഒട്ടും നിയന്ത്രിക്കാൻ കഴിയാതെ വന്നു. അപ്പോൾ അവൾ മനസ്സിൽ വിചാരിച്ചു, സജിത്തേട്ടൻ എന്തു വന്നാലും എന്നെ കൈവിടില്ല എന്ന് പറഞ്ഞ് എത്രയോ തവണ എൻ്റെ നെറ്റിയിൽ ഉമ്മ വെച്ചിട്ടുണ്ട്. സജിത്തേട്ടൻ മരണം വരെ കൂടെ ഉണ്ടാകുമെന്ന് എപ്പോഴും എൻ്റെ കൈപിടിച്ച് പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് എൻ്റെ ഏട്ടനോട് പറയാം. ഏട്ടൻ എന്നെ മനസ്സിലാക്കും. ഇങ്ങനെ വേദന തിന്ന് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ചിലപ്പോൾ ഏട്ടനോട് പറഞ്ഞാൽ ഏട്ടൻ എന്നെ ആശ്വസിപ്പിക്കാൻ കഴിയുമെങ്കിൽ അതാണ് നല്ലത്. ഞാൻ ഒരു ഭ്രാന്തിയായി തീരുന്നതിലും നല്ലത് അതാണെന്ന് കരുതി അവൾ ഒരു ദിവസം ഡ്രസ്സ് മാറ്റി പുറത്തിറങ്ങി. അവനോട് ഇടവഴിയിലേക്ക് കാണാനായി വരാൻ പറഞ്ഞു വിളിച്ചു. കല്യാണം കഴിക്കാൻ പോകുന്ന, കൂടെ ജീവിക്കേണ്ട അവനെ അറിഞ്ഞുകൊണ്ട് ചതിക്കാനും അവൾക്ക് മനസ്സില്ലായിരുന്നു. എല്ലാം അറിഞ്ഞുകൊണ്ട് ഏട്ടൻ എന്നെ സ്വീകരിക്കുന്നെങ്കിൽ സ്വീകരിക്കട്ടെ. അച്ഛനും അമ്മയും പറയുന്ന പോലെ മറച്ചു വെച്ച് ചതിക്കാൻ എനിക്ക് കഴിയില്ല. അതോർത്താണ് അവൾ സജിത്തിനെ കാണാൻ പോയത്. അത്രയും സ്നേഹം കോരിച്ചൊരിഞ്ഞ് അവളുടെ കൂടെ നടന്ന സജിത്ത് ഒരിക്കലും അവളെ കൈവിടില്ല എന്നൊരു വിശ്വാസവും അവൾക്കുണ്ടായിരുന്നു. അവിടെ പാടത്തിനരികിലായി നിർമ്മിച്ച പുതിയ ഗവൺമെന്റ് റിസോർട്ടിനടുത്തേക്കാണ് അതുല്യ ചെന്നത്. അവൾ എത്തി 2 മിനിറ്റ് ആകുമ്പോഴേക്കും സജിത്തിന്റെ ബൈക്ക് അവിടെ വന്നു നിന്നു. എന്താടോ, പനി മാറിയില്ലേ? തന്റെ സൗണ്ടൊക്കെ പോയി കിടക്കുകയാണെന്ന് അച്ഛൻ പറഞ്ഞു. സംസാരിക്കാൻ കഴിയില്ല എന്നറിഞ്ഞു. എത്ര ദിവസമായി എന്നറിയാമോ ഞാൻ ഇങ്ങനെ ഉരുകി ജീവിക്കുന്നു? ഒക്കെ ശരിയായോ? സജിത്ത് അതും ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു. അവൾ ചെറുതായൊന്ന് ചിരി വരുത്തിക്കൊണ്ട് അവനെ കൂട്ടി റിസോർട്ടിന്റെ ഒരു സൈഡിലേക്ക് പോയി.
തണുത്തു വീശിക്കൊണ്ടുവരുന്ന കാറ്റ് തട്ടിയപ്പോൾ അവളുടെ മുടി ഇങ്ങനെ പറക്കുന്നുണ്ടായിരുന്നു. അവൻ അവളുടെ നെറ്റിയിലേക്ക് വീണ മുടി അവൻ്റെ കൈകൊണ്ട് പതിയെ മാറ്റിക്കൊടുത്തുകൊണ്ട് ചോദിച്ചു, എന്തു പറ്റിയടോ തനിക്ക്? അപ്പോൾ അവൾ അവിടെ വെച്ച് പൊട്ടിക്കരഞ്ഞുപോയി. ശേഷം അവൻ്റെ കൈപിടിച്ച് പതിയെ സംഭവിച്ചതെല്ലാം പറഞ്ഞു. ഒക്കെ കേട്ട് എന്തു ചെയ്യണമെന്നറിയാതെ സജിത്ത് അങ്ങനെ നിന്നു. ശേഷം പറഞ്ഞു, സാരമില്ല, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. സാരമില്ല, നീ ഇങ്ങനെ കരയല്ലേ, ആരെങ്കിലും കണ്ടാൽ തെറ്റിദ്ധരിക്കുമെന്ന് പറഞ്ഞ് സജിത്ത് അവളെ ആശ്വസിപ്പിച്ചു. നീ ഇപ്പോൾ വീട്ടിൽ പോ, ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് വിചാരിക്കാം. ആശ്വസിപ്പിച്ചുകൊണ്ട് അവൻ അവളെ തിരികെ അയച്ചു. ഒരു വിധത്തിൽ പറഞ്ഞാൽ അത് അവൻ ആശ്വസിപ്പിച്ച് തിരികെ അയച്ചതായിരുന്നില്ല, അവൻ എങ്ങനെയൊക്കെയോ അവളെ ഒഴിവാക്കി പറഞ്ഞയച്ചതായിരുന്നു. അവിടെ വെച്ച് അവൻ അവളെ വേണ്ട എന്ന് പറഞ്ഞാൽ അവൾ വല്ല കടുംകൈയും ചെയ്താൽ അത് സജിത്തിൻ്റെ തലയിലാകുമെന്ന് അവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ പറയാവുന്ന ആശ്വാസവാക്കുകൾ അത്രയും പറഞ്ഞ് തിരികെ വീട്ടിൽ അയച്ചു. എന്നാൽ അന്ന് രാത്രി അതുല്യയുടെ വീട്ടിലേക്ക് സജിത്തിൻ്റെ വീട്ടിൽ നിന്ന് അവൻ്റെ അച്ഛൻ്റെ കോൾ വന്നു. ഞങ്ങൾക്ക് കല്യാണം ശരിയാവില്ല, അവന് താല്പര്യമില്ല എന്നായിരുന്നു ആ കോളിൽ പറഞ്ഞത്. അതറിഞ്ഞ നിമിഷം അതുല്യ വലിയൊരു ഞെട്ടലോടെ പൊട്ടിക്കരഞ്ഞുപോയി. കൊടുക്കാവുന്ന സ്നേഹം അത്രയും കൊടുത്ത് താൻ സ്നേഹിച്ച സജിത്തേട്ടൻ വെറുതെ ആയിരുന്നു അപ്പോൾ എന്നെ സ്നേഹിച്ചത്. എൻ്റെ ശരീരം നശിച്ചു എന്നറിഞ്ഞപ്പോൾ ഒരു ദയയും കൂടാതെ ഏട്ടൻ എന്നെ ഒഴിവാക്കി. ആരാണോ എൻ്റെ കൂടെ നിന്ന് സമാധാനിപ്പിക്കുമെന്ന് ഞാൻ കരുതിയത്, ആ ആൾ തന്നെ ഒരു നിമിഷം കൊണ്ട് എന്നെ കൈയൊഴിഞ്ഞു. നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിനും നമ്മുടെ മനസ്സിനും അപ്പോൾ ഈ ഭൂമിയിൽ ഒരു വിലയുമില്ലേ? എല്ലാത്തിലും വലുത് ശരീരം തന്നെയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് അവൾക്ക് ഭ്രാന്ത് പിടിച്ച ദിവസങ്ങളായിരുന്നു. കുറേ കാലം എടുത്തു അതൊന്ന് ശരിയായി വരാൻ. 5 വർഷങ്ങൾക്കിപ്പുറം അവൾക്ക് വേറൊരു കല്യാണാലോചന വന്നു. അഭിഷേക് ഗൾഫുകാരനാണ്. അഭിഷേകുമായുള്ള വിവാഹാലോചന വന്നപ്പോൾ അതിനെ കഴിയുന്നതും എതിർത്തു. എന്നാൽ അവനോട് സംഭവിച്ച കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും അവനെല്ലാം അറിഞ്ഞുകൊണ്ടാണ് നിന്നെ സ്വീകരിക്കുന്നതും എന്ന മറുപടിയായിരുന്നു അവൾക്ക് വീട്ടിൽ നിന്ന് അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും നാവിൽ നിന്ന് കിട്ടിയത്. നീ ഇനി അതിനെക്കുറിച്ചൊന്നും അവനോട് പറയാൻ നിൽക്കണ്ട മോളെ, അവൻ ഒരു നല്ല ചെറുപ്പക്കാരനാണ്. എല്ലാം അറിഞ്ഞുകൊണ്ട് അവൻ നിന്നെ സ്വീകരിക്കാമെന്ന് പറഞ്ഞില്ലേ, അതുതന്നെ വലിയ കാര്യമാണ്. അങ്ങനെ ഒരുത്തനെ ഇനി കിട്ടിവരില്ല എന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും കല്യാണത്തിന് നിർബന്ധിച്ചു. അഭിഷേക് എല്ലാം അറിഞ്ഞുകൊണ്ടാണ് അവളെ സ്വീകരിക്കുന്നത് എന്നായിരുന്നു അതുല്യയുടെ വിചാരം. എന്നാൽ തങ്ങളുടെ മകൾക്കൊരു ഭാവി ഉണ്ടാകാൻ വേണ്ടി, മകളുടെ ജീവിതം സേഫ് ആക്കാൻ വേണ്ടി അവർ അങ്ങനെ അവളുടെ അടുത്ത് പറഞ്ഞതായിരുന്നു. വാസ്തവത്തിൽ അഭിഷേകിനൊന്നും അറിയില്ലായിരുന്നു. ദിവസങ്ങൾ മുന്നോട്ടു പോയി. അവൻ്റെ വീട്ടിൽ കല്യാണപ്പന്തൽ ഉയർന്നു. അടിച്ചു പൊളിച്ച ഒരു തിമിർപ്പൻ കല്യാണമായിരുന്നു അവൻ്റേത്. ഒരു മോനേ ഉള്ളൂ. ഇനി വേറെ കല്യാണമൊന്നും ആ വീട്ടിൽ നടക്കാനില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ വീട്ടുകാരും ബന്ധുക്കളും ഫ്രണ്ട്സും ഒക്കെ ആർഭാടമാക്കി തന്നെ അവൻ്റെ കല്യാണം നടത്തി. ആ നാട് ഇതുവരെ കാണാത്ത രീതിയിൽ അത്രയും ആഘോഷത്തോടെ നടന്ന വിവാഹം. വലതുകാൽ വെച്ച് അതുല്യ ആ വീട്ടിലേക്ക് കയറി. അന്ന് വൈകുന്നേരമായപ്പോൾ വീട്ടിൽ വന്ന ആളുകളുടെ തിരക്കെല്ലാം പതിയെ കുറഞ്ഞു. രാത്രി ഭക്ഷണം കഴിഞ്ഞ് കയ്യിൽ ഒരു ഗ്ലാസ് പാലും കൊടുത്ത് അഭിഷേകിന്റെ അമ്മ അവളെ അവന്റെ മുറിയിലേക്ക് പറഞ്ഞു വിട്ടു. അതുല്യ റൂമിലെത്തി പാൽ അവിടെ വെച്ചു തിരിഞ്ഞപ്പോൾ അവളുടെ അരക്കെട്ടിലൂടെ കൈയിട്ട് മുറുക്കെ പിടിച്ചു. ഇരു കൈകൊണ്ടും അഭിഷേക് അവളെ മാറിലേക്ക് അടുപ്പിച്ചു. ശേഷം കൊതിയോടെ അവളുടെ ചുണ്ടിൽ ചുംബിക്കാൻ ഒരുങ്ങിയതും അതുല്യ അലറിക്കരഞ്ഞുകൊണ്ട് അഭിഷേകിനെ പുറകിലേക്ക് തള്ളി മാറ്റി. അവൾക്കപ്പോൾ അന്ന് മഴ നനഞ്ഞു വന്ന ആ ചെറുപ്പക്കാരൻ കയറി പിടിച്ചതാണ് ഓർമ്മ വന്നത്. അവളുടെ തള്ളലിൽ ബാലൻസ് തെറ്റി പുറകിലേക്ക് വീണ അഭിഷേക് പകപ്പോടെ എണീക്കുമ്പോൾ മുറിയുടെ മൂലയിൽ നിന്ന് വിറയ്ക്കുന്ന അതുല്യയാണ് കാണുന്നത്. അതുല്യ, തനിക്കിതെന്തു പറ്റി? അവൻ അവളുടെ അരികിലേക്ക് നടന്നുപോയി. മാറിപ്പോ, എന്നെ തൊടണ്ട, ഒന്നും ചെയ്യല്ലേ, എനിക്ക് പേടിയാ, അവൾ വിറയലോടെ പറഞ്ഞു. അഭിഷേക് ഞെട്ടി പുറകിലേക്ക് മാറി. പിന്നെ ധൈര്യം സംഭരിച്ച് അവളുടെ കയ്യിൽ കയറി പിടിച്ചു. അവൻ വീണ്ടും തൊട്ടതും അതുല്യയുടെ ബോധം മറഞ്ഞു വീണതും ഒരുമിച്ചായിരുന്നു. അവൻ അവളെ കയ്യിൽ കോരിയെടുത്തു കിടക്കയിൽ കിടത്തി. ജഗ്ഗിൽ വെച്ചിരുന്ന വെള്ളമെടുത്ത് ശക്തിയായി മുഖത്ത് തളിച്ചു. അതുല്യ, എണീക്ക് അതുല്യ, അഭിഷേക് അവളെ കുലുക്കി വിളിച്ചു. ഒരു ഞെട്ടലോടെ അവൾ കണ്ണു തുറന്ന് അഭിഷേകിനെ നോക്കി. എന്തു പറ്റിയടോ തനിക്ക്? പേടിച്ചോ? അവൻ അവളുടെ മുടിയിൽ തലോടി. അത് പിന്നെ എനിക്ക് മറുപടി പറയാനാവാതെ അതുല്യ വിക്കി കളിച്ചു. കുഴപ്പമില്ല, എനിക്ക് മനസ്സിലാവും, താൻ ഉറങ്ങിക്കോ. അതുല്യയെ സമാധാനിപ്പിച്ചുകൊണ്ട് അവൻ കിടക്കയുടെ ഒരു സൈഡിലേക്ക് ഒതുങ്ങിക്കിടന്നു. ആദ്യ രാത്രിയല്ലേ, ആദ്യമായി ഒരു പുരുഷ സ്പർശം ഏറ്റതിന്റെ പേടിയും വീട് വിട്ടു നിന്നതിന്റെ ടെൻഷനും കൊണ്ടായിരിക്കും. അഭിഷേക് ഓരോന്നും ചിന്തിച്ചു കണ്ണടച്ചു. ഏറെ നാളത്തെ ഒരുപാട് പെണ്ണുകാണലുകൾക്ക് ശേഷമാണ് അതുല്യയുമായുള്ള അഭിഷേകിന്റെ വിവാഹം ഉറപ്പിക്കുന്നത്. വിവാഹം ഉറപ്പിക്കുമ്പോൾ ജാതകങ്ങൾ തമ്മിൽ 10ൽ 8 പൊരുത്തവും. കൂടാതെ ഇതുവരെ കണ്ട പെൺകുട്ടികളെ വെച്ച് നോക്കുമ്പോൾ അഭിഷേകിനെ ഏറ്റവും ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. പിറ്റേന്ന് രാവിലെ അഭിഷേക് കുളി കഴിഞ്ഞിറങ്ങുമ്പോഴും അതുല്യ ഉറങ്ങുകയായിരുന്നു. അവൻ പതിയെ ഉറങ്ങുന്ന അതുല്യയുടെ കവിളിൽ തഴുകി. അവൾ അറിയാതെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു. ഉറങ്ങുമ്പോൾ പോലും ഈ പെണ്ണിന് എന്തൊരു ചന്തമാണ്. അവൻ കുനിഞ്ഞു നിന്ന് ഒന്നുകൂടെ അവളുടെ തുടുത്ത കവിളിലും ചെറുതായി ഉമ്മ വെച്ചു. അവന്റെ മുടിയിൽ നിന്നും മുഖത്തേക്ക് വെള്ളത്തുള്ളികൾ ഇറ്റ് വീണപ്പോൾ അതുല്യ കണ്ണു തുറന്നു. തനിക്ക് മുൻപിൽ നിൽക്കുന്ന അഭിഷേകിനെ കണ്ട് അവൾ കിടക്കയിൽ നിന്നും തിടുക്കപ്പെട്ട് എണീറ്റു. സോറി അഭിയേട്ടാ, ഇന്നലത്തെ ക്ഷീണം കാരണം ഞാൻ ഇത്തിരി കൂടുതൽ ഉറങ്ങിപ്പോയി.
കണ്ണു തിരുമ്മിക്കൊണ്ട് അതുല്യ പറഞ്ഞു. സാരമില്ലടോ, താൻ പോയി കുളിച്ച് എനിക്കൊരു ചായ കൊണ്ടുവാ. ഇപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അവൾ വേഗം കുളിക്കാനായി ബാത്റൂമിലേക്ക് നടന്നു. കുളിച്ച അഭിഷേക് അവൾക്കായി വാങ്ങി വെച്ചിരുന്ന ലൈറ്റ് റോസ് നിറമുള്ള ചുരിദാർ എടുത്തു ധരിച്ചു. വിരൽത്തുമ്പാൽ നീട്ടി കണ്ണെഴുതി സീമന്തരേഖയിൽ സിന്ദൂരവും തൊട്ട് അവൾ അടുക്കളയിലേക്ക് നടന്നു. ആ, മോള് വന്നോ? നാളെ മുതൽ ഇത്തിരി നേരത്തെ എണീക്കണം കേട്ടോ. അവൻ ഗൾഫിലേക്ക് തിരിച്ചു പോകുന്നവരെ ഇനി ഇവിടെ ജോലിക്ക് പോകുകയാണെന്നാ പറഞ്ഞത്. അപ്പോൾ പിന്നെ ജോലിക്ക് പോയി തുടങ്ങിയാൽ ഈ ഉറക്കമൊന്നും നടക്കില്ല. അടുക്കളയിൽ നിന്ന് രാവിലത്തേക്കുള്ള ദോശ ചുട്ടുകൊണ്ട് അഭിഷേകിന്റെ അമ്മ പറഞ്ഞു. മറുപടിയായി അതുല്യ ചെറുതായൊന്ന് പുഞ്ചിരിച്ചു. മോൾക്ക് ദേഷ്യം തോന്നാൻ പറഞ്ഞതല്ലാട്ടോ മോളെ. ഇനി മോള് വേണം അവന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ. ആവി പറക്കുന്ന ഒരു ചായക്കപ്പ് അവളുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് അവന്റെ അമ്മ പറഞ്ഞു. അവൾ പുഞ്ചിരിച്ച് ചായക്കപ്പുമായി മുറിയിലേക്ക് നടന്നു. അവൾ ചെല്ലുമ്പോൾ അഭിഷേക് എന്തോ ചിന്തിച്ചിരിക്കുകയായിരുന്നു. അഭിയേട്ടാ, ദാ ചായ. അതുല്യയുടെ ശബ്ദം കേട്ടതും അഭിഷേക് ചിരിയോടെ ചായ വാങ്ങി. ശേഷം അവളെ നോക്കിക്കൊണ്ട് തന്നെ ചിരിയോടെ കപ്പ് ചുണ്ടിനോട് ചേർത്തു. ജോലിയൊക്കെ ഒതുങ്ങിയിട്ട് വൈകുന്നേരം വീടും പരിസരവും ഒക്കെ കാണാൻ നമുക്ക് ഇറങ്ങാം കേട്ടോ. അതുല്യ മൂളി. പകലൊക്കെ ഓരോ കാരണങ്ങളുണ്ടാക്കി അഭിഷേക് അടുക്കളയിൽ അതുല്യയെ ചുറ്റിപ്പറ്റി നടന്നു. വൈകുന്നേരം അവൻ അവളെയും കൊണ്ട് പാടത്തും പറമ്പിലുമൊക്കെ നടക്കാനിറങ്ങി. പച്ച പുതച്ചു കിടക്കുന്ന പാടവും തെങ്ങിൻതോപ്പും ഒക്കെ കണ്ട് അവർ തിരിച്ചെത്തുമ്പോൾ ഒരുപാട് വൈകിയിരുന്നു. രാത്രി ഭക്ഷണം കഴിഞ്ഞ് മുറിയിൽ അതുല്യയുടെ വരവിനായി അക്ഷമയോടെ കാത്തിരിക്കുകയായിരുന്നു അഭിഷേക്. അതുല്യ മുറിയിൽ വന്നതും അവൻ വാതിലടച്ചു. അവളെ പുറകിലൂടെ കെട്ടിപ്പിടിച്ചു. കുതറി മാറിയ അതുല്യയെ അഭിഷേക് ഒന്നുകൂടി ബലമായി ബെഡിലേക്ക് പിടിച്ചു കിടത്തി. മാറ്, എനിക്ക് പേടിയാവുന്നു. അഭിഷേകിന്റെ കരുത്തുറ്റ കരങ്ങളിൽ കിടന്ന് വിറച്ചുകൊണ്ട് അവൾ കരഞ്ഞു പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ വിടുന്നില്ല. അവൻ ആവേശത്തോടെ അവളുടെ വസ്ത്രങ്ങൾ ഊരിയെറിഞ്ഞു. ശേഷം നഗ്നമായ അവളുടെ മാറിലേക്ക് മുഖം അമർത്താൻ നോക്കി. പേടിച്ചരണ്ട അവളുടെ കണ്ണുകൾ കണ്ടപ്പോൾ അത് അവനെ ഒന്നുകൂടി കൂടുതൽ ആവേശത്തിലേക്ക് കൊണ്ടുപോയി. അവൻ ആർത്തിയോടെ അവളുടെ കഴുത്തിലും മാറിലും ചുംബിച്ചതും അതുല്യ ശക്തിയായി ഒന്ന് വിറച്ചു. അവളുടെ കണ്ണുകൾ പുറത്തേക്ക് തുറിച്ചുന്തി വന്നു. അവളുടെ ചുണ്ടുകൾ ഒരു സൈഡിലേക്ക് കോച്ചി വലിഞ്ഞു. ശ്വാസം കിട്ടാതെ അവൾ പിടയാൻ തുടങ്ങി. അഭിഷേക് പേടിച്ചരണ്ട് ചാടി എണീറ്റു. അവൻ അവളെ തട്ടിയും കുലുക്കിയും കുറെ വിളിച്ചു. മോളെ, അതുല്യ, അതുല്യ. അവൻ പെട്ടെന്ന് തന്നെ അവളുടെ വസ്ത്രങ്ങളൊക്കെ എടുത്ത് അവളെ ഉടുപ്പിച്ചുകൊണ്ട് നേരെ താഴേക്ക് അമ്മയെ വിളിക്കാൻ ഓടി. മോളെ, അഭിഷേകിന്റെ അമ്മ ഓടി വന്നു അതുല്യയെ തട്ടി വിളിച്ചു. മോനെ, വണ്ടിയെടുക്ക്, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അവർ പേടിച്ചുകൊണ്ട് കരഞ്ഞു പറഞ്ഞു. കാറിന്റെ പിൻസീറ്റിലേക്ക് അതുല്യയെ എടുത്തു കിടത്തി അഭിഷേകിന്റെ കാർ ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞ അതുല്യയെ പരിശോധിച്ച ഡോക്ടർ അഭിഷേകിന്റെ റൂമിലേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു. ലുക്ക് മിസ്റ്റർ അഭിഷേക്, ഇന്നത്തെ കാലത്ത് വേണ്ടത്ര ലൈംഗിക വിദ്യാഭ്യാസം ലഭിക്കാതെയാണ് പലരും വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത്. ലൈംഗിക വിദ്യാഭ്യാസം എന്ന് ഞാൻ പറഞ്ഞത് അശ്ലീല പുസ്തകങ്ങൾ വായിക്കണമെന്നോ അത്തരം വീഡിയോകൾ കാണണമെന്നോ അല്ലെങ്കിൽ അതിനുവേണ്ടി ആരെങ്കിലും സമീപിക്കണമെന്നോ അല്ല. പുരുഷന്മാർ തങ്ങൾ ഇത്രയും നാൾ കണ്ടതും കേട്ടതുമായ പലതും നടപ്പാക്കാനുള്ള ഒരു അവസരമായി പലപ്പോഴും ആദ്യരാത്രിയെ കാണാറുണ്ട്. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആദ്യരാത്രി എന്ന് പറയുന്നത് കൗതുകവും അതിനേക്കാൾ ഭയവും നിറഞ്ഞതായിരിക്കും. അതിനെ മയത്തിൽ കൈകാര്യം ചെയ്യാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. അത്തരത്തിലുണ്ടായ ഭയം കൊണ്ടാണ് അതുല്യക്ക് ഇന്നലെ അങ്ങനെയെല്ലാം സംഭവിച്ചത്. ഇവിടെയാണ് താൻ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടത്. സ്നേഹവും ശ്രദ്ധയും കൊടുത്തു വേണം താൻ ഈ അവസ്ഥയെ മറികടക്കാൻ. കേട്ടോ? തൻ്റെ മുൻപിൽ ടെൻഷനോടെ ഇരിക്കുന്ന അഭിഷേകിനോട് ഡോക്ടർ ജെസ്സി സൗമ്യതയോടെ പറഞ്ഞു. എന്തായാലും ഇന്ന് അതുല്യ ഇവിടെ കിടക്കട്ടെ, നാളെ ഡിസ്ചാർജ് ചെയ്യാം. ശരി ഡോക്ടർ. അഭിഷേക് ഡോർ തുറന്ന് പുറത്തിറങ്ങി വാർഡിലേക്ക് നടന്നു. അവിടെ ചെല്ലുമ്പോൾ അതുല്യയുടെ അമ്മ അവൾക്ക് കഞ്ഞി വാരി കൊടുക്കുകയായിരുന്നു. അവനെ കണ്ടതും അതുല്യയുടെ കണ്ണ് നിറഞ്ഞു. അഭിഷേക് അവളുടെ അരികിലിരുന്ന് അവളുടെ കണ്ണു തുടച്ചു. അവർക്കിടയിൽ ഒരു തടസ്സമാവാതെ അവളുടെ അമ്മ എണീറ്റ് പുറത്തേക്ക് നടന്നു. അഭിയേട്ടൻ എന്നോട് ദേഷ്യമാണോ? കണ്ണീരോടെ അതുല്യ അഭിഷേകിനോട് ചോദിച്ചു. ദേഷ്യമോ? എന്തിന്? ഇല്ലടാ, ഒന്നുമില്ല. ഏട്ടൻ ഒരു ദേഷ്യവും ഇല്ലട്ടോ. ഇതൊക്കെ സാധാരണ സംഭവിക്കുന്നതല്ലേ. പോട്ടെ, എല്ലാം ശരിയാവും. അഭിഷേക് അവളെ തൻ്റെ മാറിലേക്ക് ചായച്ചു തലോടി കൊടുത്തു. ശേഷം അവളുടെ നെറ്റിയിൽ ഒന്ന് ചെറുതായി ഉമ്മ വെച്ചു. അറിയാതെ അവൻ്റെ കണ്ണുകളും നിറഞ്ഞു തുടങ്ങി. കുറച്ചു കഴിഞ്ഞ് അതുല്യയെ മാറിൽ നിന്നും അടർത്തി മാറ്റി അഭിഷേക് പുറത്തേക്ക് നടന്നു. മോനെ അഭി. പുറത്ത് ചാരുകസേരയിൽ കണ്ണടച്ചിരുന്ന അഭിഷേകിന്റെ തോളത്ത് അതുല്യയുടെ അമ്മ തട്ടി വിളിച്ചു. എന്താ അമ്മേ? അവൻ വിയർത്ത മുഖം ടവലിൽ തുടച്ചുകൊണ്ട് ചോദിച്ചു. അറിഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ മോളുടെ ഭാവിയെ കരുതി ഞങ്ങൾക്ക് മോനോടൊരു കാര്യം മറച്ചു വെക്കേണ്ടി വന്നു, അമ്മ പറഞ്ഞു തുടങ്ങി. പക്ഷെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ലെന്ന് തോന്നി. എന്താണെങ്കിലും അമ്മ പറ, അഭിഷേക് ടെൻഷനോടെ പറഞ്ഞു. അതുല്യയുടെ അമ്മ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് തുടർന്നു. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഒരു ദിവസം ഞങ്ങളുടെ കാവിൽ ഉത്സവം നടക്കുന്ന ദിവസമായിരുന്നു അത്. അന്ന് ഞങ്ങളെല്ലാവരും കൂടെ രാവിലെ ഡ്രസ്സ് മാറ്റി ഒരുങ്ങി സന്തോഷത്തിൽ അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങിയതായിരുന്നു. എന്നാൽ ഇറങ്ങുമ്പോഴാണ് അതുല്യമോൾക്ക് പീരീഡ്സ് ആകുന്നത്. അപ്പോൾ പിന്നെ അവളെ ക്ഷേത്രത്തിൽ കൂട്ടാൻ പറ്റില്ലല്ലോ. ഞങ്ങൾക്ക് നേർച്ച കൊടുക്കാനുള്ളത് കൊണ്ട് ഞാനും അച്ഛനും അനിയനും കൂടെ വേഗം പോയി വരാമെന്ന് കരുതി ഞങ്ങൾ പോയി. അതുല്യ വീട്ടിൽ തനിച്ചായിരുന്നു.
അതുകൊണ്ട് തന്നെ ഞങ്ങൾ അധിക സമയം അമ്പലത്തിൽ നിന്നില്ല, വേഗം തന്നെ തിരിച്ചു വന്നിരുന്നു. എന്നാൽ അന്ന് കടുത്ത മഴയുള്ള ദിവസമായിരുന്നു. ഞങ്ങൾ തിരിച്ചു വീട്ടിൽ വന്നപ്പോൾ അടുക്കളവാതിൽ ചാരി തുറന്ന് ഞാൻ അകത്തു കയറിയപ്പോൾ കണ്ടത് ബോധം മറിഞ്ഞു കിടക്കുന്ന എൻ്റെ കുഞ്ഞിനെ. ഏതോ ഒരു ദുഷ്ടൻ. ബാക്കി പൂർത്തിയാക്കാൻ കഴിയാതെ അതുല്യയുടെ അമ്മ മുഖം പൊത്തിക്കരഞ്ഞു. അമ്മേ, ആൾക്കാർ ശ്രദ്ധിക്കുന്നു, അഭിഷേക് ചുറ്റും നോക്കിക്കൊണ്ട് അവരോട് പറഞ്ഞു. അവർ പെട്ടെന്ന് മുഖം തുടിച്ചു. എന്നിട്ട് അവനോട് വീണ്ടും പറഞ്ഞു, അന്ന് ചോരയിൽ കുളിച്ചു കിടന്ന എൻ്റെ കുഞ്ഞിനെ ഒരുപാട് നാളത്തെ പ്രാർത്ഥനകൾക്കും ചികിത്സയ്ക്കും ശേഷമാണ് തിരിച്ചു കിട്ടിയത്. പക്ഷേ അവളുടെ ശരീരത്തിനുണ്ടായ കളങ്കം അവളുടെ മനസ്സിൽ വലിയ മുറിവുണ്ടാക്കി. ആരോടും മിണ്ടാതെ ഒരു മുറിയിൽ അടച്ചിരിപ്പായി. നേരത്തിന് ആഹാരം പോലും കഴിക്കാതെയായി. ആകെ സമനില തെറ്റിയ അവസ്ഥ. ഉറക്കത്തിൽ കിടന്ന് പിച്ചും പേയും പറയലും അലറിക്കരച്ചിലും ഒക്കെയായി ദിവസങ്ങൾ കടന്നുപോയി. അതിനിടയ്ക്ക് ഉറപ്പിച്ചു വെച്ചിരുന്ന കല്യാണം കൂടെ മുടങ്ങിയതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായി. അവൾ തന്നെ തുറന്നു പറഞ്ഞതായിരുന്നു ആ പയ്യനോട് കാര്യങ്ങളൊക്കെ. അറിഞ്ഞുകൊണ്ട് ചതിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അവളെല്ലാം അവനെ അറിയിച്ചു. മാനം നശിച്ച പെണ്ണിനെ അവൻ ഉപേക്ഷിച്ചു. ഒക്കെ പറഞ്ഞു കേട്ടപ്പോൾ അഭിഷേക് ഒരു നിമിഷം ആലോചിച്ചു നിന്നു. ശേഷം അവൻ്റെ മുന്നിൽ കൈകൂപ്പിക്കൊണ്ട് അതുല്യയുടെ അമ്മ കരയുന്നത് കണ്ടപ്പോൾ അവൻ എന്തു പറയണമെന്നറിയില്ലായിരുന്നു. എന്നാലും അവൻ ഇടറിയ സ്വരത്തോടെ അവരോട് ചോദിച്ചു, അപ്പോൾ ചതിച്ചതായിരുന്നു അല്ലേ എന്നെ? ഞാനൊന്നും അറിയാത്ത ഒരു പൊട്ടൻ. ഒരു വാക്ക് എന്നോട് പറയാമായിരുന്നില്ലേ? അപ്പോൾ അമ്മ അവനോട് വീണ്ടും കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, അതുല്യക്ക് ഇതൊന്നും അറിയില്ല മോനെ. നിന്റെ ആലോചന വന്നപ്പോൾ അവൾ കുറെ എതിർത്തതാ കല്യാണം വേണ്ട എന്ന് പറഞ്ഞു. ഞങ്ങളുടെ മോളുടെ നല്ല ഭാവിയെ കരുതി നിന്നോടെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും നീ സമ്മതിച്ചിട്ടുണ്ടെന്നും ഞങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് അവളെ കല്യാണത്തിന് സമ്മതിച്ചത് തന്നെ. അല്ലാതെ അവൾക്ക് അറിയില്ല മോനെ. നിനക്കിതൊന്നും അറിയില്ല എന്നുള്ള കാര്യം. ഞങ്ങളോട് പൊറുക്കണം. അമ്മ പൊട്ടിക്കരഞ്ഞു. പിന്നെ ഇപ്പോൾ കുറച്ചു കാലമായി കാര്യങ്ങളൊക്കെ ശരിയായി വന്നു. വീണ്ടും ജോലിക്ക് പോകാൻ തുടങ്ങിയതോടെ പുതിയ അന്തരീക്ഷവും പുതിയ കൂട്ടുകാരും ഒക്കെ ആയപ്പോൾ അവൾ ഞങ്ങളുടെ പഴയ മോളായി തിരികെ വന്നതായിരുന്നു. അവളുടെ രോഗം പൂർണ്ണമായും മാറിയെന്നുള്ള വിശ്വാസത്തിലാണ് ഈ കല്യാണം ഞങ്ങൾ നടത്തിയത്. പക്ഷേ എല്ലാം കേട്ട് പ്രതിമ കണക്കെ നിൽക്കുകയായിരുന്നു അഭിഷേക്. പിന്നെ ഒന്നും പറയാതെ തന്നെ അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഹോസ്പിറ്റലിലെ തൊട്ടടുത്തുള്ള ഒരു ഒഴിഞ്ഞ പാർക്കിലേക്കാണ് അവൻ നേരെ പോയത്. അവിടെ ചെന്ന് അവൻ കുറേ നേരം അവൻ്റെ 2 കണ്ണിൻ്റെ മുകളിലും 2 കൈയും വെച്ചുകൊണ്ട് മുകളിലേക്ക് നോക്കി അങ്ങനെ ഇരുന്നു. ഏറെ നേരം കഴിഞ്ഞ് അവൻ കൈയെടുക്കുമ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ചതി അവരെന്നോട്. അഭിഷേകിന് എന്തു ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ആദ്യം വീട്ടിലെല്ലാവരോടും പറയാമെന്നാണ് അവൻ വിചാരിച്ചത്. എന്തായാലും വരുന്നത് വരട്ടെ, അച്ഛനോടും അമ്മയോടും പറയാമെന്ന് കരുതി അവൻ അവിടെ നിന്നും എണീറ്റ് നടന്നപ്പോൾ പെട്ടെന്ന് അവൻ്റെ കാലൊരു കൂർത്ത കല്ലിൽ തട്ടി. അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കാല് പുറകോട്ട് വലിച്ചു. ഒരു കരിങ്കല്ലിൻ്റെ മുകളിൽ ഉരഞ്ഞ് കാലാകെ ചോര വരാൻ തുടങ്ങി. അവൻ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ടവലെടുത്ത് കാലിലെ മുറിവ് ഒപ്പിയെടുത്തു. അപ്പോൾ അവന് വേദന കൊണ്ട് നടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കുറച്ചു നേരം അവൻ അവിടെ ഉണ്ടായിരുന്ന കസേരയിലിരുന്നു. അപ്പോൾ അവൻ ഇങ്ങനെ ആലോചിച്ചു, ഞാനിപ്പോൾ നല്ലപോലെ നടക്കുമ്പോൾ എൻ്റെ കാലിനൊരു മുറിവ് പറ്റി ചോര വന്നു. പക്ഷേ ഞാൻ അത് മനഃപൂർവ്വം ചെയ്തതല്ല. ഞാൻ അറിഞ്ഞുകൊണ്ട് കല്ലിൽ ചെന്ന് തട്ടില്ലല്ലോ. പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചു പോയതിന് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? അങ്ങനെ തന്നെ ആയിരിക്കില്ലേ അപ്പോൾ എൻ്റെ അതുല്യക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അത്രയും സന്തോഷത്തിൽ അമ്പലത്തിൽ പോകാനിറങ്ങിയ അവൾക്ക് അറിയുമായിരുന്നോ ഏതോ ഒരു ദുഷ്ടൻ വന്ന് അവളുടെ ജീവിതം നശിപ്പിക്കുമെന്ന്? അങ്ങോട്ട് പോയി തലവെച്ച് കൊടുത്തതോ അറിഞ്ഞുകൊണ്ട് കൂടെ പോയതോ ഒന്നുമല്ലല്ലോ. അറിയാതെ വന്നു പെട്ടതല്ലേ. അത് ക്ഷമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ അവളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അവൻ കണ്ണു തുടച്ചുകൊണ്ട് തിരികെ ഹോസ്പിറ്റലിലേക്ക് തന്നെ വന്നു. അതുല്യയെ ഡിസ്ചാർജ് ചെയ്തു വീട്ടിലേക്ക് കൊണ്ടുവന്നു. കൂടെ അവളുടെ അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു. അഭിഷേക് അപ്പോഴൊന്നും അതുല്യയോടും അവളുടെ വീട്ടുകാരോടും ഒന്നും മിണ്ടിയില്ല. അവരെ വീട്ടിലാക്കിയ ശേഷം അവളുടെ അമ്മയും അച്ഛനും തിരിച്ചുപോയി. അന്ന് രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്ന അഭിഷേകിന്റെ കാലിൽ പിടിച്ചുകൊണ്ട് അതുല്യ പൊട്ടിക്കരഞ്ഞു. സോറി അഭിയേട്ട, എന്നെ വെറുക്കല്ല അഭിയേട്ട. അതുല്യ അവൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ചു കിടന്നുകൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്നു. അഭിഷേക് അവളെ അവൻ്റെ കാലിൽ നിന്നും പിടിച്ചെഴുന്നേൽപ്പിച്ച ശേഷം പറഞ്ഞു, അതിന് അതുല്യ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. അവൻ സ്നേഹത്തോടെ അവളെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. നിന്റെ അറിവോടെ അല്ലാതെ പെട്ടെന്ന് വന്ന ഒരു ദുരന്തം. ഒരു ദുഷ്ടൻ നിന്റെ ദേഹത്തേക്ക് ഇത്തിരി ചെളി വാരിയെറിഞ്ഞു. അത്രേ ഉള്ളൂ. നമ്മൾ നല്ലൊരു സോപ്പിട്ട് അതങ്ങ് കഴുകിക്കളയും. അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാതെ എൻ്റെ മോൾക്ക് ഒന്നുമില്ല. ഏട്ടനില്ലേ മോളുടെ കൂടെ? ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഒന്നുമില്ലട പൊന്നെ, അഭിഷേക് കണ്ണു നിറഞ്ഞുകൊണ്ട് പറഞ്ഞു. അഭിഷേക് സ്നേഹത്തോടെ അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. എന്നോട് ഒട്ടും വെറുപ്പില്ലേ? അതുല്യ കണ്ണീരോടെ അവനോട് ചോദിച്ചു. ഇല്ലടി പൊന്നെ, വെറുപ്പില്ലെന്ന് മാത്രമല്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. ഒരുപാട് സ്നേഹം. ഏട്ടൻ ഒന്നുമില്ല നിന്നോട്. സ്നേഹിക്കാൻ വേണ്ടിയല്ലേ ഞാൻ കല്യാണം കഴിച്ചത്. പിന്നെ എങ്ങനെയാ വെറുപ്പുണ്ടാവുക? എൻ്റെ പൊന്നുമോളിപ്പോൾ ഉറങ്ങിക്കോ, അഭിഷേക് കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ അതുല്യ ഓർത്തു,
കൊടുക്കാവുന്ന സ്നേഹം മുഴുവൻ കൊടുത്തു സ്നേഹിച്ചിട്ട് കല്യാണം ഉറപ്പിച്ച വക്കിൽ നിന്ന് തന്റെ ശരീരം കളങ്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ഒരു ദിവസം പോലും തികച്ചെടുക്കാതെ ഉപേക്ഷിച്ചു പോയ പഴയ കാമുകനെ അഭിഷേകിന്റെ കാലു കഴുകി വെള്ളം കുടിക്കാനുള്ള യോഗ്യത സജിത്തിനില്ലായിരുന്നു എന്ന് അവൾക്ക് അപ്പോൾ തോന്നി. അഭിഷേക് അപ്പോൾ അവളുടെ തലയിൽ കൂടി വിരലോടിച്ചുകൊണ്ട് പറഞ്ഞു, നാളെ നമുക്ക് ഒരിടം വരെ പോവാനുള്ളതാ, വേഗം ഉറങ്ങിക്കോ. അവൾ അവന്റെ നെഞ്ചിൽ ചേർന്നു കിടന്നു. പിറ്റേന്ന് അഭിഷേക് അവളെയും കൊണ്ടുപോയത് ഒരു ഡോക്ടറുടെ അടുത്തേക്കാണ്. ഡോക്ടർ അതുല്യയോട് തനിച്ച് സംസാരിക്കാൻ തുടങ്ങി. അതുല്യ, താൻ എന്നോട് പറയുന്ന ഒരു കാര്യവും പുറത്താരും അറിയില്ല. മുൻപൊരിക്കൽ തനിക്കുണ്ടായ അവസ്ഥ തന്റെ മനസ്സിനെ എത്രത്തോളം മുറിപ്പെടുത്തിയിട്ടുണ്ടാവുമെന്ന് ഒരു മനോരോഗ വിദഗ്ധനായ എനിക്ക് നന്നായിട്ടറിയാം. താൻ ഒരു മാനസിക രോഗിയാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ കുറച്ചൊന്ന് നേരെയാക്കാനുണ്ട്, അത്രേ ഉള്ളൂ കേട്ടോ, ഡോക്ടർ മോൻസി ജോർജ് അതുല്യയോട് സ്നേഹത്തോടെ പറഞ്ഞു. അഭിഷേകിന്റെ കൂടെ ഗൾഫിൽ ജോലി ചെയ്തിരുന്ന ഫ്രണ്ട് ജോഷിയുടെ ബ്രദറാണ് ഡോക്ടർ മോൻസി ജോർജ്. ഒരു നല്ല സുഹൃത്തിന്റെ ജീവിതമായതുകൊണ്ട് തന്നെ എല്ലാം അറിയുന്ന ജോഷിയുടെ നിർദ്ദേശപ്രകാരമാണ് അതുല്യയെ അഭിഷേക് ഡോക്ടറെ കാണിക്കുന്നത്. തനിക്ക് അഭിഷേകിനെ പേടിയാണോ? മോൻസി അതുല്യയോട് ചോദിച്ചു. അല്ല, അവൾ തല കുനിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ അതിൽ സമാധാനിക്കാം. ഇനി ബാക്കിയുള്ള പേടി, അത് നമുക്ക് നിസ്സാരമായി പരിഹരിക്കാം ട്ടോ. ഡോക്ടർ മോൻസി അതുല്യയുടെ തോളത്ത് മൃദുവായി തട്ടിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. പുറത്ത് അഭിഷേക് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഡോക്ടറെ കണ്ടതും അവൻ എഴുന്നേറ്റു. ഡോക്ടർ അപ്പോൾ അഭിഷേകിനോട് പറഞ്ഞു, തനിക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ അതുല്യ ഒരു മാസം ഇവിടെ നിൽക്കട്ടെ. മോൻസിയുടെ ഹോസ്പിറ്റൽ ഒരു വീട് പോലെ തോന്നിക്കുന്ന അന്തരീക്ഷത്തിലായിരുന്നു. അവിടെ വരുന്നവർക്ക് ഒരു റിസോർട്ടിൽ വന്നു എന്നേ തോന്നുകയുള്ളൂ. വലിയൊരു പാടത്തിന്റെയും പുഴയുടെയും അരികത്ത് മനസ്സ് ശാന്തമാക്കുന്ന ഒരിടം. കുറച്ചു ശ്രദ്ധയും യോഗയും മരുന്നും പ്രാർത്ഥനയും ഒക്കെ അവളിൽ വലിയൊരു മാറ്റമുണ്ടാക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പിന്നെ ഇവിടെ പേടിക്കാനില്ല. എൻ്റെ ഭാര്യയും മോളും പിന്നെ കുറെ നല്ല സ്റ്റാഫും ഒക്കെ അവൾക്ക് കൂട്ടിനുണ്ടാകും. അവരുമായൊക്കെ ഇടപെടുമ്പോൾ അവൾ മാറുമെടോ. ഇവിടെ നിന്നോട്ടെ അവൾ. ഡോക്ടർ മോൻസി അവന്റെ അനുവാദത്തിനായി അഭിഷേകിനെ നോക്കി. വേറെ ഒന്നും ചിന്തിക്കാൻ അഭിഷേകിനില്ലായിരുന്നു. ഡോക്ടർ മോൻസിയിൽ അവൻ അത്രയും വിശ്വാസമുണ്ടായിരുന്നു. അവളെ അവിടെ ആക്കി അഭിഷേക് വീട്ടിലേക്ക് തിരിച്ചു. തിരികെ പോരുമ്പോൾ അവന്റെ കണ്ണു നിറഞ്ഞത് കാരണം അവൻ അതുല്യയെ തിരിഞ്ഞു നോക്കിയില്ല. അഭിഷേക് പോരുമ്പോൾ അവളും അറിയാതെ നിന്ന് കരയുകയായിരുന്നു. വീട്ടിലെത്തിയ അഭിഷേക് അച്ഛനോടും അമ്മയോടും ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അവൾക്ക് കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് വീട് മാറിപ്പോന്നതിൻ്റെ ചില വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെയുണ്ട്. അതുകൊണ്ട് ഒരു മാസം ട്രീറ്റ്മെൻറ്റ് വേണ്ടിവരുമെന്നാണ് ഡോക്ടർ പറയുന്നത്. എല്ലാവരും ഒരുപോലെ ആവില്ലല്ലോ. ഇത്രയും കാലം ജനിച്ചു വളർന്ന വീട്ടിൽ അച്ഛൻ്റെയും അമ്മയുടെയും വാത്സല്യവും കരുതലും ഒക്കെ കിട്ടിയ ഒരു കുട്ടിക്ക് പെട്ടെന്ന് മറ്റൊരു വീട്ടിലേക്ക് വന്നതിൻ്റെ ചെറിയൊരു ആഘാതം, അത് ശരിയായിട്ട് കൂട്ടിക്കൊണ്ടു വരാമെന്ന് മാത്രമേ അഭിഷേക് വീട്ടുകാരോട് പറഞ്ഞുള്ളൂ. കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴെങ്കിലും അതുല്യക്ക് ഒരു ബുദ്ധിമുട്ടായാലോ എന്ന് കരുതി അവൻ പറഞ്ഞില്ല. ദിവസങ്ങൾ മുന്നോട്ടു പോയി. ഒരു മാസത്തിനു ശേഷം അഭിഷേകിനെ തേടി ഡോക്ടറുടെ കോളെത്തി. ഹലോ അഭിഷേക്. പറയൂ ഡോക്ടർ. അവൻ ഫോൺ എടുത്ത പാടെ ആകാംക്ഷയിലായിരുന്നു. അതുല്യയുടെ ട്രീറ്റ്മെൻറ്റ് നാളെ അവസാനിക്കുകയാണ്. തൻ്റെ വീട്ടിലെല്ലാവർക്കും ഇവിടെയാണെന്ന് അറിയാവുന്നതല്ലേ. കാത്തിരിപ്പൊക്കെ അവസാനിപ്പിച്ചോളൂ. നാളെ വന്ന് അതുല്യയെ തിരികെ കൂട്ടിക്കോളൂ. അത്രയും പറഞ്ഞു ഡോക്ടർ മോൻസി ഫോൺ വെച്ചു. രാത്രി എങ്ങനെയൊക്കെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും അഭിഷേകിന് ഉറങ്ങാൻ സാധിച്ചില്ല. അവൻ നേരം എങ്ങനെയെങ്കിലും ഒന്ന് വെളുത്തു കിട്ടാനായി കാത്തിരുന്നു. നേരം വെളുത്തപ്പോൾ അവൻ കുളിച്ചു അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ പോയി തൊഴുതു. തിരുനടയിൽ കൈകൂപ്പിക്കൊണ്ട് അവൻ പറഞ്ഞു, എൻ്റെ കൃഷ്ണ, ഈ നടയിൽ നിന്നാണ് അവളെ ഞാൻ താലി ചാർത്തിയത്. ഇപ്പോൾ നീണ്ട ഒരു മാസത്തെ കാത്തിരിപ്പിന് ശേഷം എൻ്റെ അതുല്യയെ ഞാൻ കാണാൻ പോവുകയാണ്. പുതിയൊരു ജീവിതം തുടങ്ങാൻ പോവുകയാണ്. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവണേ. മനസ്സ് നിറയെ ഭഗവാനെ തൊഴുതു അതുല്യയുടെ പേരിൽ ഒരു അർച്ചനയും പുഷ്പാഞ്ജലിയും കഴിപ്പിച്ച് അവൻ ഡോക്ടറുടെ അടുത്തേക്ക് പുറപ്പെട്ടു. വാ അഭിഷേക്. ഡോക്ടർ കണ്ടപാടെ അഭിഷേകിനെ അകത്തേക്ക് വിളിച്ചു. ശേഷം അവിടെ സ്റ്റാഫ് കൊണ്ടുകൊടുത്ത ചായ കുടിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ ചുറ്റിലും അതുല്യയെ തിരഞ്ഞു. അത് മനസ്സിലാക്കിയ ഡോക്ടർ അതുല്യയെ അങ്ങോട്ട് വിളിച്ചു. അകത്തുനിന്ന് വന്ന അവളെ വിസ്മയത്തോടെയും നിറഞ്ഞ കണ്ണുകളോടെയും അഭിഷേക് നോക്കി. അവൾ ഒന്നുകൂടെ സുന്ദരിയായിരിക്കുന്നു. കണ്ണുകളിൽ ഇതുവരെ കാണാത്തൊരു വെളിച്ചം കാണാം. അഭിഷേകിനൊപ്പം കാറിലേക്ക് കയറാൻ നേരം അതുല്യയോട് ഡോക്ടറും ഡോക്ടറുടെ ഭാര്യയും പറഞ്ഞു, ഭാഗ്യവതിയാടോ താൻ. അഭിഷേകിനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയതിൽ തനിക്ക് എന്നും അഭിമാനിക്കാം. ഓൾ ദി ബെസ്റ്റ്. നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവട്ടെ. ടേക്ക് കെയർ. ഡോക്ടർ മോൻസി സന്തോഷത്തോടെ അവരെ യാത്രയാക്കി. രാത്രി അഭിഷേകിന്റെ വീട്ടിൽ പുറത്ത് ഇടിയോടെ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. നല്ല തണുപ്പല്ലേ? അഭിഷേക് ചിരിയോടെ അതുല്യയെ അവന്റെ ദേഹത്തോട് അടുപ്പിക്കാൻ നോക്കിക്കൊണ്ട് ചോദിച്ചു. അതുല്യ അപ്പോൾ നാണിച്ചു തലകുനിച്ചു. പെട്ടെന്ന് ഓർക്കാപ്പുറത്തൊരു ഇടിവെട്ടി. പേടിയോടെ അവൾ അപ്പോൾ അഭിഷേകിനെ കെട്ടിപ്പിടിച്ചു. ഈറൻകാറ്റേറ്റ് തണുത്ത അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അഭിഷേക് അവന്റെ കട്ടിയുള്ള പുതപ്പിനുള്ളിലേക്ക് ചുരുണ്ടു. അതുല്യയുടെ വെളുത്തു തുടുത്ത മാറിൽ അവന്റെ മുഖം അമർന്നു. അവിടെ ഒരു സന്തോഷം നിറഞ്ഞ പുതിയ ജീവിതം തുടങ്ങുകയായി. സ്നേഹത്തോടെ, വാത്സല്യത്തോടെ, മനസ്സിൽ കളങ്കത്തിന്റെ നേരിയ കണങ്ങൾ പോലുമില്ലാതെ അഭിഷേക് അവൻ താലി കെട്ടിയ പെണ്ണിനെ പ്രാണനെ പോലെ സ്നേഹിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ, അവർ ആണോ പെണ്ണോ ആയിക്കൊള്ളട്ടെ,
മാംസദാഹികളായ കാമവെറിയന്മാരിൽ നിന്ന് അവരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഒരു കുഞ്ഞിന്റെയും ഭാവി നശിക്കാതെ ഇരിക്കട്ടെ. അഭിഷേകിനെ പോലുള്ള നല്ല മനസ്സുള്ള ചെറുപ്പക്കാർ ഇനിയും ധാരാളം ഉണ്ടാവട്ടെ. എല്ലാ പെൺകുട്ടികളും എല്ലായിടങ്ങളിലും രാവും പകലും സുരക്ഷിതമായിരിക്കട്ടെ.